نازنین ناز نکن در رو کسی باز نکن نازنین غر نکن زندگی موزه نکن زندگی موزه യെസ് ഗൈസ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 3ാം ക്ലാസ്സിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ്, എന്തിന്റെ മാത്സിന്റെ ഇമ്പോർട്ടന്റ് പാർട്സ്, ഇതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ പോയി കാണും. പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു വന്ന കുറേ ആൾക്കാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു വന്ന കുറേ ആൾക്കാരുണ്ട്, പറ്റിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യും, അതേപോലെ ലൈക്ക് ചെയ്യും, എന്നിട്ട് വീഡിയോ വന്നിട്ട് കാണും. ഓക്കെ, റെഡി? അപ്പോൾ ഇമ്പോർട്ടന്റ് പാർട്സ് ആണ് പറയുന്നത്, മാത്സിന്റെ ആണ്. മാത്സ് എന്ന് പറയുമ്പോൾ എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കേണ്ട, വളരെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഈ പാഠങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്, അതിലെന്താണ് ഈ പാഠത്തിൽ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് കാര്യങ്ങൾ, ഇത് നേടുന്നൊക്കെ ചോദ്യങ്ങൾ വരുന്നതെന്നൊക്കെ നമ്മൾ പറയാം. അതേപോലെ തന്നെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് പോയിട്ട് കാണുക, സെറ്റാക്കുക, ഫുൾ മാർക്ക് വാങ്ങുക. ലൈക്ക് സബ്സ്ക്രൈബ് മറന്നു വേണം. റെഡി? നേരെ നമ്മൾ പോകും. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാത്ത എല്ലാത്തിനും ഉറുമ്പ് കഴിക്കട്ടെ. നോക്കൂ, ഇവിടെ നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ യൂണിറ്റ് 10 പറയും. ഇവിടെ നമ്മൾ ലെറ്റ് ഷെയർ എന്ന് പറയുന്ന ഒരു സംഭവമാണ്, പങ്കുവെക്കാം. ഇത് നമ്മൾ ഈക്വൽ ഷെയറിംഗ് എന്ന് പറയുന്ന സംഭവമാണ്, തുല്യമായി വീതിക്കുക. അതായത് ഒരു എക്സാമ്പിൾ ആയിട്ട് വരികയാണെങ്കിൽ 12 സീഡ്സ് ആർ ഷെയർഡ് 4 പീപ്പിൾ. അപ്പോൾ ഓരോ ആൾക്ക് എത്ര കിട്ടും? 12 മഞ്ചാടി 4 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഒരാൾക്ക് എത്ര കിട്ടും? 12 നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, അപ്പോൾ 3 എന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു? ആൻസർ കിട്ടും. അതായത് തുല്യമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ് അല്ലേ? ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന ഒരു സംഭവമാണ്, ഡിവിഷൻ ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സംഭവത്തിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത്. ഓക്കെ, റെഡി? അപ്പോൾ നിങ്ങൾക്ക് അറിയുന്നതാണ്, ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ, ഹരിക്കാനൊക്കെ നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇവിടെ നോക്കൂ നിങ്ങൾ, ഹരണ ചിഹ്നവും രീതിയൊക്കെയാണ് അല്ലെ, ഡിവിഷൻ സിമ്പിൾ. യൂണിറ്റ് ഇൻട്രൊഡ്യൂസ് ദ മാത്തമാറ്റിക്കൽ സിമ്പിൾ ഫോർ ഡിവിഷൻ, ഇതാണ്. അതേപോലെ തന്നെ ഹൗ ടു റീഡ് ഇറ്റ് എന്നാണ്. ഓക്കെ, റെഡി? അപ്പോൾ 12 ഹരിക്കാൻ 2 6 അല്ലേ? ഈസ് റീഡ് 12 ഡിവൈഡഡ് ബൈ 2 ഈക്വൽസ് 6, ഇങ്ങനെയാണ് അത് പറയുന്നത് അല്ലേ? ഓക്കെ, റെഡി? 12 ഹരിക്കണം 6 എന്നതിനെ 12 ഭാഗം 2 സമം 6 എന്ന് വായിക്കാം. ഇതെങ്ങനെ വായിക്കുന്നതെന്നൊക്കെ നമ്മൾ ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം പ്രധാനം ഹരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്, ഡിവിഷൻ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. റെഡി? അടുത്തത് ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ, ആവർത്തന കുറയ്ക്കലായി ഹരണം എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. It explains division as the process of taking away the same number repeatedly until nothing is left. നോക്കൂ നിങ്ങൾ, ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, to divide 12 by 4. 12 by 4 ആണ്. 12 by 4 എന്ന് പറയുമ്പോൾ 8 ആണ്. 8നെ നമ്മൾ മൈനസ് ചെയ്യാണ് 4നോട്, അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4 കിട്ടും അല്ലേ? 4നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 4 കൊണ്ട് മൈനസ് ചെയ്യുന്നു, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? 0 കിട്ടുന്നു. അപ്പോൾ 3 ടൈംസ് നമ്മൾ ഇതിനെ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? 3 ആണ് വരുന്നത് അല്ലെ? ഈ ഒരു സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നുണ്ട് അല്ലെ? അതേപോലെ തന്നെ അടുത്ത് നോക്കൂ, ഗുണനവും ഹരണവും തമ്മിലുള്ള ഒരു ബന്ധമാണ്. ഇവിടെ മുമ്പ് നമ്മൾ പറഞ്ഞത് ആവർത്തനം എന്ന് പറയുന്നത് ഒരു ആവർത്തന കുറയ്ക്കലായിട്ടുള്ള ഒരു ഹരണം എന്ന് പറയുന്ന രീതിയാണ് ഡിവിഷൻ ആസ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ. നിങ്ങൾ ഇതൊന്ന് പറഞ്ഞിട്ട് എന്തോ ഭയങ്കര സംഭവമായിട്ടൊന്നും എടുക്കണം. നിങ്ങൾ പഠിച്ചൊരു രീതി ഉണ്ടാവില്ലേ, നിങ്ങൾ മിസ് പഠിപ്പിച്ചൊരു രീതി ഉണ്ടാവില്ലേ, അത് നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ. ഇത് പറയുമ്പോൾ ആ സാധനങ്ങളെ മൈൻഡിലേക്ക് ഓർമ്മ വന്നോട്ടെ, അല്ലാണ്ട് ഞാൻ പുതിയ വാക്കുകളൊക്കെ പറഞ്ഞിട്ട് സാർ എന്തോ സംഭവം പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു തേങ്ങയുമില്ല. ഹരിക്കാൻ അറിയണം, നമുക്ക് നിർബന്ധമുള്ള കാര്യം, ഹരിക്കാൻ അറിയണം കേട്ടോ. അതിൽ പാഠത്തിൽ എന്താ പറഞ്ഞെന്നുള്ള ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ ഞാൻ. ഓക്കെ, ഇനി ഗുണനവും ഹരണവും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ പറയുന്നത്. ഇവിടെ നോക്കൂ നിങ്ങൾ, 4 × 5 20ആണ്. 4ന് നമ്മൾ 5 കൊണ്ട് ഗുണിച്ചാൽ 20 എന്ന് കിട്ടും. അപ്പോൾ 20നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ 4 എന്ന് കിട്ടും. അപ്പോൾ 20നെ 4 കൊണ്ട് നമ്മൾ ഹരിച്ചാൽ 5 എന്ന് കിട്ടും. മനസ്സിലായോ? 4 × 5 എന്ന് പറയുന്നത് 20. 20നെ നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ 4 എന്നും 20നെ 4 കൊണ്ട് ഹരിച്ചാൽ 5 എന്നും എന്തൊക്കെ പറയാം. ആ ഒരു ബന്ധം ഇവിടെ മനസ്സിലാക്കുന്നുണ്ട് അല്ലേ? ബന്ധം അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ആണ്. സ്കൂൾ ഗാർഡൻ 45 പോട്ട്സ് അറേഞ്ച്ഡ് ഇൻ 5 rows. അപ്പോൾ ഓരോന്നിലും എത്ര വേണ്ടി വരും? 9 പോട്ട്സ് വേണ്ടി വരും. 32 ചിൽഡ്രനെ 4 ബോഗി കയറ്റണമെങ്കിൽ 8 ചിൽഡ്രനെ കയറാൻ പറ്റും അല്ലേ? 28 കുട്ടികളുള്ള ക്ലാസ്സിൽ 4 പേര് ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണെങ്കിൽ ആ ക്ലാസ്സിൽ 7 ബെഞ്ച് വേണ്ടി വരും അല്ലേ? ഇതൊക്കെ ഹരിക്കുന്ന രീതിയൊക്കെ നമുക്കറിയാം. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് പ്രധാനമായിട്ടും വരിക കേട്ടോ. ഓക്കെ, റെഡി? അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പാഠത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇവിടെ നമ്മൾ ദ്രാവകങ്ങളുടെ അളവുകളാണ് നമ്മൾ പ്രധാനമായിട്ട് പഠിക്കുന്നത്. 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. അതായത് ദ്രാവകങ്ങൾ നമ്മൾ അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവമാണ് ലിക്വിഡുകൾ അല്ലെ? മെഷർ ലിക്വിഡ്സ് ലൈക്ക് വാട്ടർ, മിൽക്ക് ആൻഡ് ഓയിൽ. ഇതൊക്കെ അളക്കാൻ നമ്മൾ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് ലിറ്റർ ആണ്. ലിറ്ററിനെ നമ്മൾ മില്ലി ലിറ്റർ ആക്കും അല്ലെ? 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 മില്ലി ലിറ്റർ ആണ്. ഇതൊക്കെ എൻ്റെ മക്കളെ മനസ്സിലുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ കോമൺ മെഷറിംഗ് വെസൽസ് ഇൻക്ലൂഡ് 550 മില്ലി, 100 മില്ലി, 200 മില്ലി, 500 മില്ലി, 1 ലിറ്റർ, 2 ലിറ്റർ അല്ലേ?
അളവ് പാത്രങ്ങളിൽ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് 50 മില്ലി 200 മില്ലി 100 മില്ലി 500 മില്ലി 1 ലിറ്റർ 2 ലിറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അളവ് പാത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കും. പാല് അളക്കാൻ, ഓയിൽ വെളിച്ചെണ്ണ അളക്കാൻ, വെള്ളം അളക്കാൻ, ഇങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കാം. റെഡി. അടുത്തത് ഭാരം അളക്കലാണ്. ഇനി ഭാരത്തിന്റെ യൂണിറ്റ് എന്താ? കിലോഗ്രാം ആണ്. ഒരു കിലോഗ്രാം എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണെന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയണം. ഒരു kg എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണ്. ഇനിയോ 500 ഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? 500 ഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു kgന്റെ പകുതിയാണ്. അതേപോലെ തന്നെ 250 ഗ്രാം എന്ന് പറഞ്ഞാലോ അതിന്റെ കാലാണ്, ഒരു kgന്റെ കാലാണ് അല്ലേ. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു kg എന്ന് പറഞ്ഞാൽ, ഒരു കിലോ എന്ന് പറഞ്ഞാൽ 1000 ഗ്രാം ആണെന്ന് പറഞ്ഞു അല്ലേ. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം അല്ലേ. 500 ഗ്രാം എന്ന് പറഞ്ഞാൽ കണ്ടോ, 1/2 കിലോ 1/4 കിലോ നമുക്കറിയാം. ഈ സംഭവം യൂണിറ്റുകളൊക്കെ നമുക്കറിയാം. നമ്മൾ പ്രാക്ടിക്കലായിട്ട് കണ്ടെത്തുമ്പോൾ ആകെ അളവ് കണ്ടെത്തുക. ഉദാഹരണം പെയിന്റിന്റെ ആകെ അളവ് എത്ര, അതേപോലെ തന്നെ ബാക്കി ഭാഗം കണ്ടെത്തുക. ഉദാഹരണം പാൽ വിറ്റതിന് ശേഷം ബാക്കിയുള്ള തുടങ്ങിയവ ഇതിൽ പഠിക്കുന്നു എന്നതാണ്. അതായത് കുറച്ച് പാല്, അതായത് എന്താ ഇപ്പോൾ കണക്ക് പറയാം, ഗ്യാസിന്റെ കണക്ക് പറയാം. നമുക്ക് ഒരു ഗ്യാസിന്റെ ടോട്ടൽ അളവ് എന്ന് പറയുന്നത്, അതായത് ഗ്യാസോട് കൂടി കുറ്റീന്റെ അളവ് ഉണ്ടാവില്ലേ, ആ കുറ്റീന്റെ ഭാരം എന്ന് പറയുന്നത് 50 കിലോ ആണ്. ഗ്യാസ് തീർന്നതിന് ശേഷം ആ കുറ്റിയുടെ ഭാരം എന്ന് പറയുന്നത് 20 കിലോ ആണ്. അപ്പോൾ ഈ കുറ്റിയിൽ എത്ര ഗ്യാസ് ഉണ്ട്, ഗ്യാസിന്റെ ഭാരം എത്ര? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 50-ൽ നിന്ന് 20 കുറച്ച് നോക്കുന്നു. അപ്പൊ നമുക്ക് 30 എന്ന് കിട്ടുന്നു. ഗ്യാസിന്റെ അളവ് എത്രയാ? 30 എന്ന് കിട്ടുന്നു. ഇങ്ങനെയുള്ള ഓരോരോ കണക്കുകൾ നമ്മളോട് ചോദിക്കാം കേട്ടോ. ഇനി അടുത്തൊരു പാഠത്തിലാണ് വിവരങ്ങൾ തരംതിരിക്കാനാണ്. പ്രധാന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ ഓരോരോ സാധനങ്ങൾ നമ്മൾ എണ്ണാനും അതിനെ താരതമ്യം ചെയ്യാനൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ തന്നെ പട്ടികകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഇത് ഏത് ഇനമാണ് കൂടുതലെന്നും കുറവുള്ളതെന്നും ഒരേ എണ്ണത്തിലുള്ള ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാനൊക്കെ പട്ടികകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സ്പീഡ് പറഞ്ഞു പോകുന്നുണ്ടെന്ന് എനിക്കറിയാം. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമായതുകൊണ്ടാണ് എന്ത് സ്പീഡ് പറഞ്ഞു പോകുന്നത്. ഓക്കെ, റെഡി. പിന്നെ ചിത്രരൂപത്തിലുള്ള വിവരങ്ങൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാൻ ചിത്രങ്ങൾ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? രേഖപ്പെടുത്തുന്നു. ഈ പാഠത്തിൽ നിന്ന് 1-2 ചോദ്യങ്ങളൊക്കെ വരാം കേട്ടോ. വിവരങ്ങൾ വിശകലനം ചെയ്യാനാണ്. ആകെ കുട്ടികളുടെ എണ്ണം കണ്ടെത്താനും വിവിധ ക്ലാസ്സുകളുടെ കുട്ടികളുടെ എണ്ണം തമ്മിൽ താരതമ്യം ചെയ്യാനൊക്കെ കുട്ടികളെ ഈ ഒരു പാഠത്തിൽ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പാഠത്തിൽ നിന്ന് ചിലപ്പോൾ ഒരു ചോദ്യമൊക്കെ ചിലപ്പോൾ പ്രതീക്ഷിക്കാം, ഒറ്റ ചോദ്യം വന്നാലായി. അതിന്റെ മുമ്പത്തെ പാഠത്തിലായിട്ടുള്ള ഈ കൂട്ടലും കുറയ്ക്കലും ഹരിക്കലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സംഭവങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇവർ. ഈ ചോദ്യത്തിന്റെ ഒക്കെ മോഡൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്ന വീഡിയോ നിങ്ങൾ കാണുക, കണ്ടിട്ട് ഉഷാറാക്കിയിട്ട് പഠിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതിരിക്കും. ബൈ ബൈ. പറഞ്ഞ എക്സാമുകളൊക്കെ കിടിലായിട്ടില്ലേ? അടിച്ചു പൊളിച്ചിട്ടില്ലേ? നല്ല കിടിലായിട്ടില്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ വന്നിട്ടില്ലേ? വരുവടാ.